അപ്പോൾ ലോകം മുഴുവൻ വീണുപോയിരിക്കുന്നത് ആക്ഷരിക വാക്യം എടുക്കുമ്പോൾ ആക്ഷരിക നാമം അക്ഷരം കൊല്ലുന്നു, ഇത് ആത്മീക നാമം ആത്മാവോ ജീവിപ്പിക്കുന്നു. ഇവിടെയാണ് യേശു പറഞ്ഞത് എങ്കലിടറാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ ആക്ഷരിക വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സകല സഭകൾ ഇടറിപ്പോയിരിക്കുകയാണ്, വീണുപോയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ വീഴ്ചയിൽ നിന്ന് എഴുതി നിൽക്കാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടാൻ പറഞ്ഞപ്പോൾ ആ നാമം, പിതാവിൻ്റെ നാമം കർത്താവ്, പുത്രൻ്റെ നാമം യേശു. നോക്കൂ, പരിശുദ്ധാത്മാ നാമം ക്രിസ്തു, ഒറ്റ നാമത്തിൽ ബൈബിൾ സ്ഥാനപ്പെട്ടിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്ഥാനപ്പെടുത്തുന്നു അല്ലെങ്കിൽ സ്ഥാനപ്പെടുന്നു, അതാണ് സ്ഥാനപ്പെടേണ്ടതെന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്നത് അപ്പോൾ നിങ്ങൾ പുത്രൻ്റെ നാമം മാത്രമേ എടുക്കുന്നുള്ളൂ, പിതാവിനെയും പരിശുദ്ധാത്മാവിനെ തള്ളിയല്ലോ, നിങ്ങൾ ശരിയല്ല, ദുരുപദേശകർ. നോക്കൂ, അവർ വീണ്ടും ആത്മീയതയെ ജഡീകതമായി കൂട്ടിക്കലർത്തും, ബുദ്ധിയിലാക്കണം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ പുത്രൻ വന്ന് ശുശ്രൂഷിച്ചാണ് അല്ലേ? അത് ശരിയാണ്, ഞാൻ നിങ്ങൾ വിശ്വസിക്കുന്നു. ആ പുത്രൻ്റെ പേരല്ലേ യേശു? അല്ലെങ്കിൽ നീ തിരിച്ചു പറയാണ് മത്തായി, മാർക്കോസ്, ലൂക്കോസ് യേശുവിൻ്റെ സുവിശേഷമാണ്. അതെ, അതാണ് പുത്രൻ്റെ സുവിശേഷം. അപ്പം നമ്മൾ യേശുവിൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ പുത്രനെ തള്ളിയോ? ഇല്ല. ഇനി പുത്രൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ യേശുവിനെ തള്ളിയോ? പക്ഷെ പുത്രൻ്റെ നാമം ഒന്നേ ഉള്ളൂ, അത് ആ നാമത്തിൽ ചെയ്യാൻ പറഞ്ഞ നാമേ ഉള്ളൂ. അതുപോലെ പിതാവിനെ തള്ളി എന്ന് പറഞ്ഞാൽ നമ്മൾ കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുമ്പോൾ ഈ കർത്താവാണ് പിതാവ്, നമ്മൾ പിതാവിനെ തള്ളിയില്ല. ക്രിസ്തു എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ്. ഇത് ലോകത്തെ ബൈബിൾ കോളേജ് പിശാചാണ് തുടങ്ങിയത്. മുഴുവൻ ബൈബിൾ കോളേജുകൾ, സെമിനാരികൾ പിശാചാണ് തുടങ്ങിയത്. അതുകൊണ്ടാണ് അവർ ഇന്നും ഇതിനെ മൂന്നാക്കി പഠിപ്പിക്കുന്നു. എന്നിട്ട് മൂന്നും ചേർന്ന ഒന്നെന്ന് പറയും. നമ്മൾ സംസാരിക്കാൻ പോകുമ്പോൾ എപ്പോഴും അവർ മൂന്നാക്കി സംസാരിക്കും. ഒന്ന് എന്ന് പറഞ്ഞ് സംസാരിച്ചാലും പിന്നെ അതിനെ മൂന്നാക്കുന്നു. അത് അവരുടെ ഉള്ളിൽ ആത്മാവ് അതിനെ വലിച്ചു നീട്ടുകയാണ് ദൈവത്തെ അപമാനിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളെങ്ങനെ ശ്രദ്ധിക്കുക,